ട്രഡീഷണൽ ആയിട്ടുള്ള അവിയലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ചേനയാണ്. ഒരു 150 ഗ്രാമോളം വരുന്ന ചേനയുടെ പീസ് എടുത്ത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി. പടവലം ഒരു ചെറിയൊരു പീസ് 2 സൈഡും വരുന്ന രീതിയിൽ ഓരോരോ വെജിറ്റബിളിൻ്റെയും ചെറിയൊരു പീസ് മാത്രം നമ്മളിത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാം ഒരേ വലുപ്പത്തിൽ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് ഒരുപാട് ചെറുതാവാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഒരുപാട് വലുതാവാൻ പാടില്ല, അപ്പോൾ വേവാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു കായയുടെ പകുതി മാത്രമാണ് നമ്മൾ അവിയലിന് വേണ്ടി ഇപ്പോൾ എടുക്കുന്നുള്ളൂ. എല്ലാ കഷ്ണങ്ങളും കൂടി ആകുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ക്യാരറ്റും ഒരു ചെറിയ പീസ്, ഒരു ക്യാരറ്റിൻ്റെ പകുതി പീസ് മാത്രമേ നമ്മൾ അവിയലിനായിട്ട് എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ വള്ളിപ്പയർ എടുത്തു. വള്ളിപ്പയർ 10 പീസോളം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ എടുക്കുന്നുണ്ട്. കുമ്പളങ്ങ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. മുരിങ്ങാക്കോല്, ഒരു മുരിങ്ങാക്കോലിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ 2 ആക്കി. പിന്നെ അതിൻ്റെ തൊലി ഭാഗം കളഞ്ഞിട്ടാണ് നമ്മൾ കുക്കാക്കാൻ വയ്ക്കുക. അതിൻ്റെ സ്കിന്ന് നമ്മൾ ശരിക്കും എല്ലാം റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ചില പച്ചക്കറികൾ പെട്ടെന്ന് അവിഞ്ഞു പോകും. അവിയലിനെടുക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് എടുക്കുക. കായ, ചേന, ക്യാരറ്റ്, കുമ്പളങ്ങയും കത്തിരിക്കയൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ച് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കുക. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഭാഗം ശരിക്കും അവിഞ്ഞു പോകും. അവിഞ്ഞു പോകുന്ന കഷ്ണം കൂടി വേണം, എന്നാലാണ് കറക്റ്റ് കോട്ടിംഗ് ആയിട്ട് നമുക്കത് കിട്ടുള്ളൂ. ഇനി നമ്മുടെ പച്ചക്കറികൾ ചേന, ക്യാരറ്റ്, മുരിങ്ങാക്കോല്, കുമ്പളങ്ങ, പടവലങ്ങ, ഒരു സവാള, പിന്നെ നമ്മൾ 5 പച്ചമുളക് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ അവിയലിന് വേണ്ടി എടുക്കുന്ന പച്ചക്കറികൾ. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അത് നമ്മൾ തിരുമ്മി വയ്ക്കുന്ന കൂട്ടത്തിൽ അല്പം കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും യെല്ലോയിഷ് കളർ തന്നെയാണ് വരിക. അപ്പോൾ ശരിക്കും ബാലൻസ്ഡ് ആയിട്ട് നല്ല കളർ കിട്ടാനായിട്ട് അല്പം കാശ്മീരി മുളക് കൂടി ചേർത്താൽ കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു കളർ കിട്ടും. 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ ഈ കഷ്ണത്തിലേക്ക് എല്ലാം തിരുമ്മി പിടിപ്പിക്കുകയാണ്. ഉപ്പും എല്ലാം ഈ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ശരിക്കും കഷ്ണത്തിലേക്ക് എല്ലാം ഉപ്പ് പിടിക്കും, മസാലകളെല്ലാം പിടിക്കും. ഒരു 1/4 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് തളിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ എയർ പുറത്ത് പോകാത്ത രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുന്നു. ഇത് നമ്മളൊരു 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കുകയാണ്. വളരെ സ്ലോ ഫയറിലാണ് നമ്മളിത് വേവിക്കുന്നത്. ആവിയിലാണത് കുക്കാവുന്നത്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും. നമ്മുടെ പച്ചക്കറി എല്ലാം വേവാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ മൂടി വെച്ച്, ഒട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിൽ മൂടി വെച്ച് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെജിറ്റബിൾ കുക്കായിട്ട് കിട്ടും, അടിയിൽ പിടിക്കില്ല. അതുകൊണ്ട് വാഴയില ഇട്ടിട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ വയ്ക്കുന്നതെങ്കിൽ ആ ആവി കൊണ്ട് കറക്റ്റായിട്ട് പച്ചക്കറി വേഗം വെന്ത് കിട്ടും. ഇനി നമ്മൾ അവിയലിൻ്റെ മെയിൻ ടേസ്റ്റ് തരുന്ന അതിൻ്റെ തേങ്ങയരപ്പാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവാണ്. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളക് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ജീരകം 1 ടേബിൾ സ്പൂൺ, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 5 പീസ് ചെറുപുള്ളി. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അരപ്പാണ്. വേറെ ഒന്നുമല്ല നമ്മുടെ അവിയലിന് ടേസ്റ്റ് തരുന്നത്. നമ്മളിത് കൃഷി ചെയ്യുന്ന രീതി, തോരനയിലും ഒരു പൊടിക്കും കൂടി ചതഞ്ഞിട്ട് വേണം നമ്മൾ അവിയലിന് എടുക്കാൻ. ഒരുപാട് പേസ്റ്റായി പോകരുത്, ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ ഒരു സമയത്ത് നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നു. ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കട്ടിയുള്ള വെജിറ്റബിൾ എടുത്തിട്ട് വേണം വെന്തോ നോക്കാനായിട്ട്. ക്യാരറ്റോ ചേനയോ ഏതായാലും നമുക്ക് എടുത്ത് കൊടുക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ കഷ്ണം വെന്തോ എന്നുള്ളത്. ഇനി നമ്മളിതിലേക്ക് കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ വെജിറ്റബിൾ റെഡി ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മൾ 5 മിനിറ്റ് കൂടി ഈ തേങ്ങ കൂടിയിട്ട് കഷ്ണത്തിലേക്ക് പിടിക്കാനായിട്ട് നമ്മൾ വേവിച്ച് മാറ്റുന്നുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എല്ലാ കഷ്ണത്തിലേക്കും തേങ്ങ അരപ്പ് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അതിനെ ഇളക്കി വെച്ചു. അത് നല്ല രീതിയിൽ മിക്സ് ആയി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കുന്ന തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഇതെല്ലാം കൂടി നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വരുള്ളൂ. നമ്മുടെ അവിയൽ പൂർണ്ണമായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ അല്പം ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചു. ഓവർ കുക്കാവാണ്ടിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫ്ലേവറുള്ള നല്ല അവിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീട് മുഴുവൻ ശരിക്കും അവിയലിൻ്റെ സ്മെല്ലാണ്. നല്ല സ്മെല്ലുള്ള അവിയലാണ് നമുക്കിത് റെഡി ആക്കി. നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ ഉപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റായിട്ട് അതിൻ്റെ ഉപ്പിൻ്റെ അളവ് എല്ലാം നമുക്ക് ആ ഒരു അവിയലിനൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. അല്പം അവിയലെടുത്ത് കഴിച്ച് നോക്കാം. ഫുള്ള് ബാലൻസ്, നല്ല തൈരിൻ്റെയൊക്കെ ഒരു പുളി, ഉപ്പ് എല്ലാം എരിവെല്ലാം കറക്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അവിയലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.